ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം വിശ്വരൂപ ദർശനയോഗം 36-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അർജുന ഉവാച: സ്ഥാനേ ഋഷീകേശ തവ പ്രകീർത്യ ജഗത് പ്രഹർഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാ. ഈ ശ്ലോകത്തിൻ്റെ മലയാളം അർജുനൻ പറയുന്നു: അങ്ങേ പ്രകീർത്തിപ്പു ജഗന്നിവാസ, അങ്ങുന്നു മോദത്തിരയിങ്കലോകം പേടിച്ചു മണ്ടുന്നിതു ദൈത്യവൃന്ദം, മുദിച്ചു കുപ്പൊന്നിതു ദേവവർഗം. അർജുനൻ ആകെ സ്തബ്ധനായിട്ട് നിൽക്കുകയാണ്. മുന്നിൽ കണ്ടതൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റാതെ അന്തം വിട്ട് നിൽക്കുകയാണെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു. പേടിച്ച് കിടുകിടാ വിറയ്ക്കുന്നുണ്ട്. കൈകൂപ്പി ഭഗവാനെ, അങ്ങയുടെ രൂപം ഇതായിരുന്നോ വിശ്വരൂപം? എനിക്ക് സാധാരണ രൂപം കണ്ടാൽ മതി എന്ന് മനസ്സിൽ ചിന്തിച്ച് ഇനി ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്, സാധാ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങളെല്ലാം ഈ സ്തുതി ചെയ്യലാണ്, ഭഗവാനെ സ്തുതിക്കുന്നതാണ്. ഋഷികേശ, ഭഗവാനെ തവ പ്രകീർത്തിയ, അങ്ങയുടെ ഉത്തമമായ കീർത്തി കൊണ്ട് ജഗത് പ്രഹർഷ്യതി, ജഗത്ത് സന്തോഷിക്കുന്നു, അനുരജ്യതേച്ച സുഖിക്കുകയും ചെയ്യുന്നു. തത്സ്ഥാനെ, അത് നല്ലത് തന്നെ, അത് യുക്തം തന്നെ. രക്ഷാംസി ഭീതാനി ദിശഃ ദ്രവന്തി, രക്ഷസ്സുകൾ പേടിച്ച് പല ദിക്കുകളിലേക്കും ഓടിപ്പോകുന്നു. സർവേ സിദ്ധസംഘാഹ, എല്ലാ സിദ്ധന്മാരും നമസ്യന്തിച്ച, അങ്ങയെ നമസ്കരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പേടിച്ച് വിസ്മയം കൊണ്ടിട്ടാണ് അല്ലേ, ഭഗവാന്റെ രൂപം കണ്ട് വിസ്മയം പൂണ്ട് ദേഹം കോരിത്തരിച്ച് ഭയം കൊണ്ട് വിറച്ച് കൈകൂപ്പി വണങ്ങി തൊണ്ട ഇടറിക്കൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. അപ്പോൾ ഈ അർജുനന് ഇത്രയും കാലം ഭഗവാന്റെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു രൂപം മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഭഗവാന് ഈ ദിവ്യരൂപത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഭഗവാന്റെ വിശ്വരൂപത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ രഹസ്യങ്ങളാണ് അടങ്ങിയിട്ടുണ്ട് എന്നിപ്പോൾ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അർജുനൻ ആ വിശ്വരൂപത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ആന്തരസത്ത മനസ്സിലാക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാനെ പ്രകീർത്തിക്കുകയാണ്. അങ്ങയുടെ കീർത്തി കൊണ്ട് ഈ ജഗത്ത് മുഴുവനും സന്തോഷിക്കുന്നു. രക്ഷസുകളാണെങ്കിലോ പേടിച്ച് അങ്ങയുടെ ആത്മരഹസ്യം അറിഞ്ഞു കഴിഞ്ഞപ്പം പേടിച്ച് ഓടുകയാണ്, 4 ഭാഗത്തേക്കും ഓടുകയാണ്. എന്നാലോ സിദ്ധന്മാരെല്ലാം അങ്ങയെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഋഷികേശ എന്നാണ് വിളിച്ചത്. ഋഷികങ്ങളുടെ ഈശ്വരൻ എന്നാണ്. ഇന്ദ്രിയങ്ങളുടെ ഈശൻ, അതായത് ആത്മാവ്. അപ്പോൾ എല്ലാ ജീവിജാലങ്ങളുടെയും സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും ആസ്പദം ഈ ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ മഹിമ എന്താണ് എന്ന് അറിയുന്നവർ അങ്ങയെ പ്രകീർത്തിക്കുന്നു, അങ്ങയെ ജഗത്ത് മുഴുവനായിട്ടും സന്തോഷിക്കുന്നു. ഇനി അങ്ങയുടെ ആത്മമഹിമ അറിഞ്ഞതോടെ രക്ഷസുകളൊക്കെ പാപവാസനകൾ അതെല്ലാം പോയി മറിയാണ് ചെയ്യണത്. ഇത്രയും കാലം ഞങ്ങളുടെ കഴിവിൽ, അവനവൻ്റെ കഴിവിലായിരുന്നു അവർ അമിതമായിട്ട് വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ മനസ്സിലായി ഇതൊന്നും ഞങ്ങളൊന്നും ഒന്നുമല്ല എന്നുള്ളത്, ഭഗവാൻ ഇതാണെന്നുള്ളത്. അതുകൊണ്ട് അവരൊക്കെ ഓടി മറിയാണ് ചെയ്യുന്നത്. സിദ്ധന്മാരാണെങ്കിലോ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ഒരു അനുഗ്രഹമില്ലാതെ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് ഈ സിദ്ധന്മാർ. അവരെല്ലാം അങ്ങയെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്.
നമ്മൾക്കും ഇത് തന്നെയാണ് ഓർത്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ല. എല്ലാ ശ്ലോകങ്ങളിലും നമ്മളിത് പറയുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിലേക്കുള്ള വഴിയെന്ന് ചോദിച്ചാൽ, സാധാരണക്കാരായ നമ്മൾക്കുള്ള വഴിയാണ് വിഗ്രഹാരാധന, ക്ഷേത്ര ദർശനം, ഭഗവാനെ പറ്റിയിട്ടുള്ള പാരായണങ്ങൾ കേൾക്കുക, പാരായണം നടത്തുക, പാരായണം കേൾക്കുക, പിന്നെ പ്രഭാഷണങ്ങളിലൊക്കെ പങ്കെടുക്കുക. ധാരാളം അറിവ് കിട്ടും നമുക്ക്. ഓരോരോ ആൾക്കാരുടെയും പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ധാരാളം അറിവ് കിട്ടും. ഇനി നമുക്ക് പോയിരുന്ന് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പം എല്ലാം തന്നെ യൂട്യൂബ് ചാനലുകളിലും കിട്ടുന്നുണ്ടല്ലോ. അവയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സുഖം നമ്മൾ സുഖമാണ് എന്ന് ചിന്തിക്കുന്ന സുഖത്തേക്കാൾ എത്രയോ മീതെയാണ്. അപ്പം നമ്മൾക്ക് വളരെ നല്ലൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ വളരെ സുഖം തോന്നുമല്ലേ. ദുഃഖങ്ങൾ വരുന്നത് നമ്മൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ സുഖം വന്നു, അത് താൽക്കാലിക സുഖമാണ്. അതേ സമയത്ത് ഭഗവാനെ അറിയുന്നു, ഭഗവാനിലേക്ക് അടുക്കുന്നു, എപ്പോഴും ഭഗവത് നാമം മാത്രം, വേറെ ഒന്നും വേണ്ട. അതെപ്പോഴും ചെല്ലാലോ. നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെ, രാവിലെ എണീക്കുമ്പോഴേ ഭഗവാനെ ഇന്നലത്തെ ഒരു ദിവസത്തിൽ നിന്ന് എന്നെ ഇന്നത്തേക്ക് ഉണർത്തി തന്നല്ലോ ഭഗവാനെ എന്നുള്ളതിനൊരു നന്ദി പറഞ്ഞാൽ നമ്മൾ എണീക്കേണ്ടത്. ഇന്നലെ ഒന്നും സംഭവിക്കാതെ എനിക്ക് ജീവൻ ഇന്ന് രാവിലെ വരെ നിലനിർത്താൻ പറ്റി. ഇനി എൻ്റെ ഇന്ന് എങ്ങനെയായിരിക്കണം? എൻ്റെ ഇന്ന് യാതൊരു കഷ്ടതകളും ഇല്ലാതെ അവസാനിക്കണേ. ഞാനും കുബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത്, എനിക്കും അങ്ങനെയുള്ള ദുഷ്ടതകൾ വന്നു പെടരുതേ ഭഗവാനെ. അപ്പം എന്നിൽ എന്ത് മാത്രമേ വേണ്ടുള്ളൂ? എനിക്കെപ്പോഴും ഭഗവാനെ പറ്റി ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ ഭഗവത് നാമം ഉച്ചരിക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ ഒരു ശക്തി തരണേ. ഇത്രയേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾക്ക് നാളെ അത് കിട്ടണം, ഇത് കിട്ടണം, അത് സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വിഡ്ഢിത്തരമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു കാര്യം പ്രാർത്ഥിക്കാനുള്ളൂ, എനിക്ക് ഭക്തി കിട്ടണേ. പറ്റുമെങ്കിൽ എന്നും ഭഗവാനെ വന്ന് ദർശിക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഭഗവത് നാമം ഉച്ചരിക്കാനെങ്കിലും കഴിയണം. എണീറ്റ് കഴിഞ്ഞാൽ തൊട്ട് നമുക്ക് ഹരേ രാമ ചൊല്ലാം, അല്ലെങ്കിൽ രാമ 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 എന്ന് വെറുതെ ചൊല്ലാം. എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് പ്രവൃത്തി എടുക്കുമ്പോഴും ചെയ്യാം. സംസാരിക്കുമ്പോഴല്ലാതെ മറ്റെന്ത് ജോലി നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇത് മനസ്സിൽ ചൊല്ലുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ കിട്ടുന്ന ഒരു സുഖം മറ്റേത് സുഖത്തേക്കാളും, ലോട്ടറി അടിച്ചു വലിയ സുഖം അന്ന് തോന്നും, പിറ്റേ ദിവസം തൊട്ടാണ് അതിൻ്റെ കഷ്ടത മനസ്സിലാവുക. അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇന്ന് വളരെ ഒരു പരീക്ഷയിൽ വളരെ ഉന്നത വിജയം നേടി സന്തോഷിച്ചു, 1ാം റാങ്ക് കിട്ടി, ടോപ്പറായി, യൂണിവേഴ്സിറ്റി ടോപ്പറായി, നല്ല സന്തോഷമായി എല്ലാവർക്കും. എത്ര ദിവസത്തേക്കാണ്? അന്നത്തേക്ക് മാത്രം. കാരണം നാളെ വേറൊരു സംഭവമാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് പഴയതായി പോകും. അതൊന്നും താൽക്കാലിക സുഖം മാത്രം തരുന്നതാണ്. ഭഗവാനിലുള്ള ഭക്തി മാത്രമാണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെയുള്ളവരെ ഭഗവാനെ സ്തുതിക്കുന്നു. ഇനി അറിവില്ലാത്ത ആൾക്കാർ ഇതായിരുന്നോ ഭഗവാൻ എന്ന് ചിന്തിച്ച് ഓടിപ്പോവുകയാണ്. രക്ഷസുകൾ എല്ലാ ഭാഗത്തേക്കും, നാനാദിക്കുകളിലേക്കും ഓടിപ്പോകുന്നു എന്നാണ്. അപ്പോൾ ഈ ജഗത്ത് മുഴുവനായിട്ടും നിലനിർത്തുന്ന അങ്ങയുടെ കീർത്തി കൊണ്ട് ഈ ജഗത്ത് മുഴുവനും സന്തോഷിക്കുകയും ചെയ്യുന്നു. സിദ്ധന്മാരും അങ്ങയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയും തുടരുക തന്നെയാണ് അടുത്ത ശ്ലോകത്തിൽ. 47ാമത്തെ ശ്ലോകം. അർജുനൻ തുടരുന്നു. കസ്മാശ്ചതേ നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രാഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത് തൽപരം യദ്. മലയാളം. ബ്രഹ്മാവിനും മൂലമതായ നിന്നെ നമിച്ചിടാനേതു മഹാൻ മടിക്കും. അസത്യസത്യങ്ങളെ വിട്ടു നിൽക്കും വിശിഷ്ടതത്വങ്ങൾ അനന്തനീതാൻ. മഹാത്മൻ ഭഗവാനെ, ഗരീയസേ എല്ലാവരേക്കാളും ശ്രേഷ്ഠനും, ബ്രഹ്മണഃ അഭി ബ്രഹ്മാവിന് പോലും, ആദികർത്രേച്ച ആദി കാരണം ആയ, തേ അങ്ങയെ, തേ വീണ്ടും തേ അവർ, കസ്മാത് എന്ന നമേരൻ എന്തുകൊണ്ട് നമസ്കരിക്കുന്നില്ല, എങ്ങനെ നമസ്കരിക്കാതിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അനന്തദേവേശ
അന്തമില്ലല്ലോ. അന്തമില്ലാത്തവനെ, ദേവന്മാർക്കും ഈശനായവനെ, ഈശ്വരനായവനെ, ജഗന്നിവാസ ഭഗവാനെ, സദ് അസദ് യദ് തൽപരം അക്ഷരം ത്വം, സത്തിനും അസത്തിനും അപ്പുറത്തുള്ള നാശരഹിതമായ പരമ്പൊരുളാണ് അങ്ങ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് അങ്ങയെ നമസ്കരിക്കാതിരിക്കും, ഏത് കാരണം കൊണ്ടാണ് ഒരു ഭഗവാനെ നമസ്കരിക്കാനുള്ള എല്ലാ ഗുണങ്ങളും ഭഗവാനിലുണ്ടല്ലോ. പിന്നെ നമ്മൾ ഒരാളുടെ മുന്നിൽ നമസ്കരിക്കാതിരിക്കാൻ കാരണം എന്താണ്? പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണെന്ന് പറഞ്ഞാലും ബ്രഹ്മാവിന് പോലും ആദിമൂലമാണ് അങ്ങ്. എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ് ബ്രഹ്മാവിന് പോലും. ആദ്യ സൃഷ്ടിക്ക് രൂപം കൊടുത്താണ് ബ്രഹ്മാവ് അല്ലേ. ബ്രഹ്മാവിനോട് സൃഷ്ടി നടത്താൻ ആവശ്യപ്പെട്ടത് ഭഗവാനാണല്ലോ. അപ്പോൾ ബ്രഹ്മാവിന് പോലും ആദിമൂലമായിട്ടുള്ള അങ്ങ്. ഇനി അവർ എന്തുകൊണ്ട് അങ്ങയെ നമസ്കരിക്കുന്നില്ല? എല്ലാവരും നമസ്കരിക്കും, എങ്ങനെ നമസ്കരിക്കാതിരിക്കും എന്നാണ് അർത്ഥം. ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങളിൽ നമ്മൾ സ്വർണം കാണുന്ന പോലെ എല്ലാറ്റിൻ്റെയും ഉണ്മ ഭഗവാൻ തന്നെയാണ്. നമ്മളെപ്പോഴും എടുക്കുന്ന 2 ഉദാഹരണങ്ങളാണ് അല്ലേ, മണ്ണിൽ നിന്ന് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നതും സ്വർണത്തിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്നതും. അപ്പോൾ സ്വർണ്ണമില്ലെങ്കിൽ പിന്നെ സ്വർണ്ണാഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ മണ്ണില്ലാതെ മൺപാത്രങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ജഗത്ത് മുഴുവൻ വ്യാപിച്ച് എല്ലാ ചരാചരങ്ങളെയും താങ്ങി നിർത്തുന്ന അങ്ങില്ലാതെ ഈ ജഗത്ത് എന്നൊരു സംഭവം ഉണ്ടാവില്ല. പരമ്പൊരുളായ അങ്ങ് തന്നെയാണ് ഇതിനെല്ലാറ്റിൻ്റെയും നമ്മൾ പറയില്ലേ, ഒന്നിനെ അധിഷ്ഠിതമാക്കിയിട്ടാണ് എന്ന് പറയില്ലേ, അതേപോലെ അങ്ങയെ ചുറ്റിത്തിരിഞ്ഞാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത്. അത് ദേവന്മാർക്കും ഈശനാണ് അങ്ങ്. കാരണം പ്രകൃതി ശക്തികളായ ദേവന്മാർക്ക് പോലും ശക്തി ലഭിക്കുന്നത് ഈ പരമാത്മാവിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും തങ്ങൾക്ക് ശക്തി നൽകുന്ന അല്ലെങ്കിൽ തങ്ങളെ നിലനിർത്തുന്ന അത് ആര് തന്നെ ആയാലും അവരെ നമസ്കരിക്കാതിരിക്കില്ല. അങ്ങ് സത്തിനും അസത്തിനും അപ്പുറമുള്ള നാശരഹിതമായ പരമ്പൊരുളാണ് എന്നാണ് പറഞ്ഞത്. സചേതനങ്ങൾ അചേതനങ്ങളായിട്ട് ലോകത്ത് കുറേ സാധനങ്ങളുണ്ടല്ലോ. അതിന് സത്ത് അസത്ത് എന്ന് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. നമ്മുടെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് സത്താണ്. എന്തിൻ്റെ പ്രേരണയിലാണോ നമ്മളുടെ ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് ഇവയെല്ലാം കാണണമെന്നും അനുഭവിക്കുന്നതും തോന്നുന്നത്, ആ വാസന അവ്യക്തമാണ്. അതിനെയാണ് നമ്മൾ അസത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സത്തുമുണ്ട് അസത്തുമുണ്ട് ലോകത്തിൽ. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം സത്താണ്. പക്ഷേ അവിടെ നമ്മൾ കൊണ്ട് ചെയ്യിക്കുന്നത്, നമ്മുടെ മനസ്സ് ഇന്ദ്രിയ മനോബുദ്ധികൾ കൊണ്ട് അനുഭവിപ്പിക്കുന്നത് അവ്യക്തമാണ്, അത് അസത്താണ്. അപ്പം സത്തിനും അസത്തിനും അപ്പുറമുള്ള നാശരഹിതമായ അക്ഷരം, തൽപരം അക്ഷരം ത്വം. വീണ്ടും നമുക്ക് മണ്ണിൻ്റെയും സ്വർണത്തിൻ്റെയും തന്നെ ഉദാഹരണം പറയാൻ പറ്റും. ഒരു മോതിരം, ഭർത്താവ് നമ്മുടെ കയ്യിലണിയുന്ന മോതിരം സ്വർണമാണോ? അതെ. താലി കെട്ടുന്നു, അതും സ്വർണമാണ്. അപ്പോൾ അതെല്ലാം സ്വർണമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പക്ഷേ സ്വർണത്തിൽ നോക്കിയാൽ അതിനെ ഒരു കഷ്ണം സ്വർണം എടുത്തിട്ട് ഇത് എൻ്റെ താലിയാണ്, ഇതെൻ്റെ മോതിരമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതിനെ നമ്മളൊരു സ്വർണ്ണക്കട്ട എന്ന് മാത്രമേ പറയുള്ളൂ. സ്വർണമില്ലാതെയോ ഇതെല്ലാം ഉണ്ടാക്കാനും സാധ്യമല്ല. അപ്പം എല്ലാറ്റിലും എന്തുണ്ട്? എല്ലാ ചരാചരങ്ങളിലും സത്വമുണ്ട് അസത്വമുണ്ട്. അത് രണ്ടും ആരാണ്? പരമാത്മാവായ അങ്ങ് തന്നെയാണ്. ഇവയ്ക്കെല്ലാം അതീതവുമാണ്. സത്തും അസത്തിലും ഉണ്ടെങ്കിൽ പോലും അവയ്ക്കെല്ലാം അതീതവുമാണ് അങ്ങ്. ഈ സത്തും അസത്തും എല്ലാം തന്നെ അധിഷ്ഠാനമായിട്ട് കരുതിയിരിക്കുന്നത് സാക്ഷാൽ പരമാത്മാവിനെയാണ്. അങ്ങനെയുള്ള പരമാത്മാവിനെ ഞാൻ സ്തുതിക്കുന്നു. വീണ്ടും അടുത്ത ശ്ലോകത്തിലും സ്തുതിക്കുക തന്നെയാണ്. ഇതിപ്പോൾ ഒരു 10-11 ശ്ലോകങ്ങളിൽ ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു.
കാരണം ആകെ അന്തം വിട്ട് വിറച്ച് നിൽക്കുകയാണ്. എന്താ പറയേണ്ടതെന്ന് തൊണ്ട ഇടറിയിട്ടാണ്. ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരും. നമുക്കും വരില്ലേ ചിലപ്പോൾ. സ്വപ്നമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരും. നമ്മൾ അലറി നിലവിളിക്കുന്നുണ്ടാവും, എന്നാൽ ശബ്ദം പുറത്ത് വരുന്നും ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് പേടിച്ച് കരയുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു എന്താ നേർത്ത ഒരു സ്വരം മാത്രം നമ്മുടെ തൊണ്ടയിൽ നിന്ന് വന്നു എന്ന് വരാം. അടുത്ത് കിടക്കുന്ന ആൾ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരാം, അല്ലെങ്കിൽ അതും അറിയാൻ പോകുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കഴുത്ത് പിടിച്ച് ആരെങ്കിലും ഞെക്കി കൊല്ലുന്നൊക്കെ ആയിരിക്കും സ്വപ്നം കാണുന്നത്. പക്ഷേ നമുക്ക് കരയാനൊട്ട് പറ്റൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരവസ്ഥ ഇവിടെ അർജുനനിപ്പോൾ അതേപോലത്തെ ഒരവസ്ഥയാണ്. വിശ്വരൂപം കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കണ്ടപ്പോഴോ ഇതാണ് വിശ്വരൂപമെന്ന് മനസ്സിലായപ്പോൾ ആകപ്പാടെ ഭയചകിതനായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. 37 വരെയാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. 2 ശ്ലോകങ്ങളാണ് ഇന്ന് വായിച്ചിരിക്കുന്നത് തോന്നുന്നു. 38ാമത്തെ ശ്ലോകം അടുത്ത ദിവസം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പിതുമിദ്ധമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാതാലയവാസ വിഷ്ണു.